ആണല്ലോ. 11,481 വോട്ടുകൾക്കാണ് NK പ്രേമചന്ദ്രൻ കൊല്ലത്തെ. നമുക്ക് കേരളത്തിന്റെ മുഴുവൻ മണ്ഡലങ്ങളിലേക്കും ഒന്ന് പോകാം. ആരൊക്കെയാണ് ലീഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ആന്റണി പറയൂ. തിരുവനന്തപുരത്ത് ശശി തരൂര്, അതുപോലെ തന്നെ പാലക്കാട്ടേക്ക് ആലത്തൂർ വരുമ്പോൾ കെ രാധാകൃഷ്ണൻ, അവിടെ രമ്യ ഹരിദാസ് പാട്ടും പാടി ജയിക്കുമെന്ന് പറഞ്ഞതാണ്, അവിടെ കെ രാധാകൃഷ്ണൻ ലീഡ് ചെയ്യുന്നു. കോഴിക്കോട് MK രാഘവൻ ലീഡ് തുടരുന്നു. ഡീൻ കുര്യാക്കോസ് ഇടുക്കിയിൽ ലീഡ് തുടരുന്നു. അത്തരത്തിൽ പിന്നീട് അബ്ദുൾ സമദാനി പൊന്നാനി ലീഡ് തുടരുന്നു. അതുപോലെ തന്നെ ചാലക്കുടിയിൽ UDF ബെന്നി ബെഹനാൻ ലീഡ് തുടരുന്നു. മലപ്പുറത്ത് UDF ലീഡ് തുടരുന്നു. മാവേലിക്കരയിൽ LDF ലീഡ് തുടരുന്നു. ആലപ്പുഴയിൽ KC വേണുഗോപാൽ UDF ലീഡ് ചെയ്യുന്നു. എറണാകുളത്ത് UDF തന്നെയാണ്, അവിടെ ഹൈബിയുടെ തുടക്കം മുതൽ തന്നെ വരുമ്പോൾ LDF ആണ്. ഇടുക്കിയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. തൃശ്ശൂർ നിങ്ങൾ കാണുന്നില്ലേ? 4116 വോട്ടുകൾക്ക് സുരേഷ് ഗോപി ലീഡ് ഉയർത്തിയിരിക്കുന്നു. 4116 വോട്ടുകൾക്ക്. താഴെ പോവോ, ഇടിച്ചമർത്തുവോ സുനിൽകുമാർ? എവിടെയാണ്? എനിക്കതിൽ തോന്നുന്നത് ഈ സിറ്റി അല്ലെങ്കിൽ തൃശ്ശൂർ നഗരമടക്കം BJPക്ക് അല്പം സ്വാധീനമുള്ള ഇടങ്ങളാണ്. ആ മണ്ഡലത്തിലെ വോട്ടുകളൊക്കെ എണ്ണിക്കഴിയുമ്പോൾ ഈ ലീഡ് താഴാനുള്ള സാധ്യതയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി LDFന്റെ ഒക്കെ അല്ല, LDFന്റെ അടക്കം ശക്തി കേന്ദ്രങ്ങളിലേക്കുള്ള വോട്ടുകൾ ഇനിയും എണ്ണി വരാനുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിൽ ഒരു മാറ്റം വരുമെന്നുള്ളതാണ്. തീരദേശ മേഖലകളെല്ലാം തന്നെ വലിയ പ്രാതിനിധ്യമുള്ള മേഖലകളാണ്. അത്തരം ട്രെൻഡുകൾക്കൊന്നുമില്ല, പക്ഷേ മാറ്റം സ്വാഭാവികമായും ഉണ്ടാവുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഈ BJPയുടെ ഒരു ശക്തമായ ആധിപത്യം ഒന്നും നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് സുരേഷ് ഗോപി